ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ രാത്രിക്കുള്ള ഫുഡ് റെഡിയാക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയൂണ് പുറത്തുനിന്നായിരുന്നു. എന്തായാലും ഞാൻ കരിമീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കരിമീൻ വെച്ചിട്ട് കരിമീൻ പൊള്ളിച്ചത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറേ ഉണ്ടാക്കിയിട്ട് അപ്പോൾ എനിക്ക് വട്ടായി പോയതല്ല കേട്ടോ. ഞാൻ കണ്ണൻ്റെ അടുത്ത് എങ്ങനെയാണ് കരിമീൻ പൊള്ളിക്കുക എന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ അവൻ്റെ അടുത്ത് തൊടിയിൽ പോയിട്ട് അതിന് വേണ്ട വാഴയിലൊക്കെ പറിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ചു. അപ്പോൾ ഇതാ കരിമീൻ നന്നാക്കണതിൻ്റെ ഇടയിൽ ഇതാ ബാക്കിൽ ദേവട്ടനെയും ശ്രദ്ധിക്കണം, അവിടെ പൂച്ചയുണ്ട്, രണ്ടുപേരും ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെയൊക്കെ ആ ഇരുത്ത് അത്ര സുഖമില്ലാത്തതുകൊണ്ട് എല്ലാം കൂടി കെട്ടിപ്പെറുക്കി അടുക്കളയിൽ തന്നെ വന്നിട്ട് നന്നാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 മീൻ വെച്ചിട്ടാണ് പൊള്ളിക്കാൻ പോണത്. മറ്റ് 2 ഞാൻ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഒരു വിധത്തിലൊക്കെ തോലൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ചെറുനാരങ്ങയുടെ നീരും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറോളൊക്കെ വെക്കണത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ചെറുപയർ ഉണ്ടായിരുന്നു രാവിലെ വെറുതെ വേവിച്ച് വെച്ചതാണ്. അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും തേങ്ങയൊക്കെ ചിരകിയിട്ടിട്ട് തോരനാക്കി. പിന്നെ അതാ മറ്റ് 2 കരിമീൻ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വെള്ളരിക്ക കറി ഉണ്ട് കേട്ടോ. പിന്നെ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പൊള്ളിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഈ മീൻ അവിടെ ഇരുന്ന് ഫ്രൈ ആകുമ്പോഴത്തേക്കും നമുക്കതിന് വേണ്ട മസാല ഉണ്ടാക്കാം. അപ്പോൾ 2 മീഡിയം വലിപ്പത്തിലുള്ള സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ കണ്ണനാണ് അരിഞ്ഞു തന്നിട്ടുള്ളത്. നല്ല നൈസായിട്ട് തന്നെ അരിഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 10ഓളം ചെറിയുള്ളിയും വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും കറിവേപ്പിൻ്റെ ഇലയും ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എല്ലാം ഒന്ന് നന്നായിട്ട് വഴന്നു വന്നതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി, എരിവുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, പെരുംജീരകം പൊടിച്ചത്, കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പൊടികളൊക്കെ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. ഞാൻ കുറച്ച് ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഒരു തക്കാളി പഴുത്തത് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ തക്കാളിയും ഒക്കെ കുക്കായിട്ട് വന്നതിന് ശേഷം അതിലേക്ക് ഒരു 3 വലിയ സ്പൂണ് തേങ്ങാപ്പാലിട്ടോ അത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് 1 സ്പൂണോളം ഗരം മസാലയുടെ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി തക്കാളിയും സവാളയും എല്ലാം ഒന്ന് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം എണ്ണയൊക്കെ തെളിഞ്ഞു വരുമല്ലോ, ആ ഒരു സ്റ്റേജിൽ നമുക്ക് തീ ഓഫാക്കി വെക്കാം. കറിവേപ്പിൻ്റെ ഇല ചേർക്കാൻ മറക്കരുത് കേട്ടോ. ഇഷ്ടംപോലെ കറിവേപ്പിൻ്റെ ഇലയും ചേർത്തോളണേ. അങ്ങനെ നമുക്ക് മസാല റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതിന് വേണ്ട വാഴയില ഞാൻ ഈ രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു വലിയ പീസും ഉണ്ട്, ഒരു ചെറിയ പീസും ഉണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ 2 ഉണ്ടേ, 2 മീനുണ്ടല്ലോ. ഇനി നമുക്കിത് വാട്ടിയെടുക്കാം. വാഴയില വാട്ടുമ്പോഴത്തെ ആ ഒരു സ്മെല്ല് എന്താലേ. എന്തായാലും ഞാൻ വാഴയില വാട്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മീതെ നമുക്ക് ഇതുപോലെ മസാല വെക്കാം. മസാലയുടെ മീതെ മീൻ വെക്കാം. വീണ്ടും മസാല വെക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മീൻ കാണാത്ത രീതിയിലൊന്ന് പൊതിഞ്ഞ് വെക്കാം. അതിൻ്റെ മീതെ ഒരു കറിവേപ്പിൻ്റെ ഇലയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഭംഗിക്കും ഒരു മണത്തിനും ടേസ്റ്റിനും ഒക്കെ കൂടെ വേണ്ടിയിട്ട്. ഇനി നമുക്ക് പറ്റുന്ന പോലെ ഒക്കെ ഒന്ന് പൊതിയാം കേട്ടോ. എന്തായാലും അത് പുറത്തേക്ക് വരരുത്. അങ്ങനെ നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കുക. ഞാൻ ഈ ഒരു രീതിക്കൊക്കെയാണ് കേട്ടോ പൊതിയുന്നത്. എന്തായാലും ഇനി വാഴനാര് വെച്ചിട്ട് കെട്ടി വെക്കാം. ഇങ്ങനെ 2 പൊതി ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ദോശ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മീതെ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഈ 2 പൊതിയും നമുക്കതിൻ്റെ മീതെ വെച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് തീയൊന്ന് ഞാൻ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വെക്കുന്നത്. ഇടയ്ക്കൊന്ന് വന്നിട്ട് തുറന്നു നോക്കുക. അപ്പോൾ അത് വാഴയിലൊക്കെ കളറൊക്കെ മാറി ഇങ്ങനെ ആയിട്ടുണ്ടാവും. അപ്പോൾ അത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കരിമീൻ പൊള്ളിച്ചത് ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ചൂടാറിയപ്പോൾ ഞാനൊക്കെ ഒന്ന് തുറന്നിങ്ങനെ കഴിച്ചു നോക്കി. ആഹാ, എന്തൊരു സ്മെല്ല്. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. എൻ്റെ കിച്ചൺ ഫുള്ള് കരിമീൻ പൊള്ളിച്ചതിൻ്റെ ഒരു സ്മെല്ലാണ്. ഏതായാലും ഒന്ന് ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വിഷേട്ടനൊക്കെ നേരത്തെ വിശപ്പ് തുടങ്ങിയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഊണൊക്കെ കഴിച്ചു. കരിമീൻ പൊള്ളിച്ചതൊക്കെ കൂട്ടിയിട്ട് എപ്പോഴൊന്നും ഇങ്ങനെ ഉണ്ടാക്കാറൊന്നുമില്ല കേട്ടോ. വല്ലപ്പോഴൊക്കെ തന്നെയാണ് കരിമീൻ പൊള്ളിച്ചതൊക്കെ ഉണ്ടാക്കാറുള്ളൂ. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ.